പാലസൊന്നും തീരെ താല്പര്യമില്ല. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ട്രിപ്പിൻ്റെ വിവരങ്ങൾ നമ്മൾ വഴിയെ അറിയിക്കാം. ഇസുബേബി 2 ദിവസമായി ഫുഡ് കഴിച്ചിട്ട്. ഞങ്ങളെ കൊണ്ടാക്കാൻ 2 പേര് വരുന്നതാ. അമ്മ 2 വാക്ക് കാണുന്നില്ല, ചിരിച്ചോണ്ടിരിക്ക. ഞങ്ങള് പോണേന്റെ വിഷമത്തിലാണ്. 4 ദിവസം ഹോ സന്തോഷം. പൊട്ടനും പോയി മണ്ടനും പോയി, അതാടാ. അങ്ങനെ അവർ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയി കേട്ടോ. ഞങ്ങളുടെ ജേണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. കായംകുളത്ത് നിന്ന് നമ്മൾ KSRTC സ്വിഫ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ മൈസൂരും കൂർഗുമാണ് കേട്ടോ പോകുന്നത്. 1 ഡേ മൈസൂരും 2 ദിവസം കൂർഗുമാണ്. അങ്ങനെ 4 ഡേയും 3 നൈറ്റും ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വരെയാണ് ബസ്സിന് പോകുന്നത്. കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ബാംഗ്ലൂരായി കേട്ടോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ബാംഗ്ലൂരിലെ ട്രാഫിക്കാണ് കേട്ടോ ഇത്. കുറച്ച് സമയം നമ്മൾ ട്രാഫിക് ഉണ്ടായിരുന്നു, പിന്നെ ഓക്കെ ആയി. അപ്പോൾ നമ്മൾ ഈ ജേർണി ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പിലാണ്. അപ്പോൾ അവരുടെ 15th ആനിവേഴ്സറി എന്തോ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫുൾ ജേർണി നമ്മുടെ ഈ കാറിലായിരിക്കും കേട്ടോ. നമുക്കൊരു ഡ്രൈവറും കാറും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ഡ്രൈവർ കാറിൽ മൈസൂരേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് മൈസൂർ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിന്നെ 2 ദിവസം കൂർഗ്. അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ്. പിന്നെ അവർ കൂർഗിൽ നിന്ന് നമ്മളെ തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടാക്കും. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ മേക്ക് മൈ ട്രിപ്പിലൂടെ നമ്മൾ നമ്മുടെ ജേർണി ബുക്ക് ചെയ്യുമ്പോൾ അവർ തന്നെ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ചാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ കാറ് രാവിലെ 7 മണി തൊട്ട് നൈറ്റ് 7 മണി വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പം ഡ്രൈവർ നമ്മളെ ഒരു ഹോട്ടലിലാക്കി നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബാംഗ്ലൂരിലെ ദോശ അത്ര രസമില്ല കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം 2 മണി ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 11:30 ആയപ്പോൾ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഹോട്ടലിലോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഡ്രൈവർ നേരെ ചാമുണ്ഡി ഹിൽസിലോട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. അവിടെ നമ്മുടെ ചാമുണ്ടേശ്വരി ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ടെമ്പിളിനുള്ളിൽ കയറിയില്ല, നല്ല റഷായിരുന്നു. പിന്നെ വെയിലിലൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ടെമ്പിളിനുള്ളിൽ കയറണ്ട. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ ഒത്തിരി ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് കുറേ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മൈസൂരിൽ നിന്ന് 13 കിലോമീറ്ററാണ് ഈ ടെമ്പിളിലേക്കുള്ളത്. മൈസൂർ രാജാവ് സ്ഥിരമായിട്ട് ആരാധിച്ചിരുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. പിന്നെ അവിടുത്തെ വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങളെ നേരെ ഡ്രൈവർ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവർ ബുക്ക് ചെയ്തെന്ന ഹോട്ടൽ പ്രീതി ഇൻ്റർനാഷണൽ ആണ് കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് വിശപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ഹോട്ടലിൽ പോയി ഫ്രഷ് ആയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. നല്ല റൂമാണ്. റൂമിനൊന്നും കുഴപ്പമില്ല, നല്ല സ്പേഷ്യസ് ആണ്. ബെഡ്, പിന്നെ ഒരു കഫറ്റേരിയ ഒക്കെ ഉണ്ട്. നല്ല റൂമാണ്. ഒരു ബാത്റൂം. നമ്മൾ ട്രിപ്പ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഹോട്ടലിൻ്റെ എമൗണ്ടും എല്ലാം കൂടെ നമ്മുടെ പേയ്മെൻറ്റ് ഒരുമിച്ചാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 5 ഡേ മുന്നേ നമുക്ക് ക്യാഷ് എല്ലാം സെറ്റിൽ ചെയ്താൽ മതി. ആദ്യം ഒരു അഡ്വാൻസ് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഹലോ, അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇനി നമ്മൾ എവിടെ പോകുന്നത്? മൈസൂർ പാലസ്. സെന്റ് ഫിലോമിന ചർച്ച്. ഭയങ്കര വെയിലാ, ഭയങ്കര വെയിലും ചൂടും. കുഴപ്പമില്ല, ഒരു ടൂറൊക്കെ ആകുമ്പോൾ ഇച്ചിരി വെയിലൊക്കെ സഹിച്ചിട്ടുള്ളത് പോവാൻ പറ്റിയ സീസണാ. അപ്പോൾ ശരിയെന്ന് കാണാം.
അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡ്രൈവർ ആ ചേട്ടനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ പുള്ളി ഫുഡ് കഴിക്കാനൊരു നല്ലൊരു റെസ്റ്റോറൻറ്റിലാണ് കൊണ്ടുപോയത്. പുള്ളി എല്ലാം നമ്മളോട് ചോദിച്ചിട്ട് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. പുള്ളിയുടെ ഇഷ്ടത്തിനല്ല. ഇപ്പോൾ വണ്ടി എങ്ങോട്ട് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലരാണെങ്കിൽ നമുക്ക് തീരെ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. പക്ഷേ പുള്ളി എല്ലാ കാര്യങ്ങളും കസ്റ്റമറിനോട് ചോദിച്ചു അവരുടെ സാറ്റിസ്ഫാക്ഷനനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ മൈസൂർ പാലസിലെത്തി. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ മൈസൂർ വരുന്നത്. പാലസിനുള്ളിലൊക്കെ ഒത്തിരി കാണാനുണ്ട്. അപ്പം ഞാൻ അതെല്ലാം കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്തെ കാഴ്ചകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. എനിക്കിങ്ങനെ പാലസൊന്നും തീരെ താല്പര്യമില്ല. എൻ്റെ മനസ്സിലെ മൈസൂർ പാലസ് ഇങ്ങനെ നിന്റെ മനസ്സിലായാലും നീ അതിൽ ഏതെങ്കിലും പാലസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഏതാ പറ. പെട്ടെന്ന് വെച്ചാൽ കിട്ടൂല. പറയുന്ന കേട്ടതൊന്നും ഒരുപാട് പാലസ് കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമല്ല ഇതൊന്നും കാണാൻ. എനിക്ക് നീ ഇവിടെ ഞാൻ പോയി കണ്ടിട്ട് വരാം. അരിഞ്ചേട്ടൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പാലസ് കിട്ടാത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർത്തെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കനകക്കുന്ന് പാലസിലും അതുപോലെ തന്നെ കോയിക്കൽ പാലസ്, പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത് ആ പാലസിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. സൂപ്പർ. എന്താ ഒരു വല്ലാത്തൊരു സൂപ്പർ. സാധാരണ പാലസ്. നീ ഏത് പാലസ് കണ്ടെന്നാ പറയുന്നത്? ഇത് നീ ആലോചിച്ചിട്ട് പറ. നീ ഏത് പാലസ് ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത്? പത്മനാഭപുരം പാലസ്. അതിനകത്ത് കയറി നീ കണ്ടോ? എപ്പോൾ കയറി കണ്ടു? അതിനകത്ത് മുഖ്യമന്ത്രി പോലും കയറാറില്ലല്ലോ. പിന്നെ വേറെ ഉണ്ട്. ഇനി അത് നെക്സ്റ്റ് ഈ സെന്റ് ഫിലോമിന ചർച്ച്. നമ്മൾ ചർച്ചിൽ പോവാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക മൈസൂർ പാലസ് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് സെന്റ് ഫിലോമിന ചർച്ചാണ്. അപ്പോൾ അങ്ങോട്ട് പോകും. ഇതാണ് മൈസൂർ സെൻറ്റ് ഫിലോമിന ചർച്ച്. മൈസൂർ ടൗണിൽ തന്നെയാണ്. ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. മൈസൂർ സൂവിനൊക്കെ അടുത്ത് തന്നെയാണ് ഈ ചർച്ച് വരുന്നത്. 1936 കൺസ്ട്രക്ട് ചെയ്ത ഈ ചർച്ച് വൺ ഓഫ് ദ ടോപ്പ് ടൂറിസ്റ്റ് പ്ലേസ് ഇൻ മൈസൂറാണ്. വളരെ മനോഹരമായി വിശുദ്ധ സെൻറ്റ് ഫിലോമിന സ്റ്റാച്ചു ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചർച്ചും കൂടി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 5 രൂപയൊക്കെ ആയി. പിന്നെ നമ്മുടെ സൂവും കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ല. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ഉണ്ടായത്. റൂമിലെത്തി ഫ്രഷായി. ഇനി ഉറങ്ങണം. ഫുഡ് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്താണ് കേട്ടോ. ഈ 2 പീസ് ഓർഡർ ചെയ്തപ്പോൾ ഇത് ഫ്രീ വന്നതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. താങ്ക് യു.